കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. നീയൊരു നാളും പതറുകയില്ല. കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാൻ. പ്രഭാത വചനത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പെന്തിക്കൊസ്തി പെരുന്നാളിന് ശേഷം വരുന്ന 5ാമത്തെ ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ പ്രത്യേകമായിരിക്കുന്ന ചിന്തയ്ക്കും ധ്യാനത്തിനും പഠനത്തിനുമായി പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ചിട്ടപ്പെടുത്തി വേർതിരിച്ച് തന്നിരിക്കുന്ന വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാകരമായ സുവിശേഷം 9ാമത്തെ അധ്യായത്തിന്റെ 10 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗമാണ്. 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക അത്ഭുതമാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സംഭവം. ദ ഫീഡിംഗ് ഓഫ് 5000 എന്ന് നമ്മൾ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സംഭവമാണ് ഇന്നത്തെ ചിന്തയിലേക്ക് കടന്നു വരുന്നത്. വിശുദ്ധ മർക്കോസ് എഴുതിയ രക്ഷാകരമായ സുവിശേഷം 6ാമത്തെ അധ്യായത്തിന്റെ 30 മുതൽ 44 വരെയുള്ള വേദഭാഗത്തും വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാകരമായ സുവിശേഷം 14ാമത്തെ അധ്യായത്തിന്റെ 13 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗത്തും വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാകരമായ സുവിശേഷം 6ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ 14 വാക്യങ്ങളിലുമായി 5 അപ്പം കൊണ്ട് 5000 പേരെ നമ്മുടെ കർത്താവ് പോഷിപ്പിച്ച സംഭവം നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്പസ്വല്പ വ്യത്യാസങ്ങൾ സുവിശേഷകാരന്മാരുടെ ഭാഷ്യങ്ങളിൽ ഉണ്ടെങ്കിലും കാതലായിരിക്കുന്ന ഭാഗം ഒന്ന് തന്നെയാണ്. ഈ വേദഭാഗത്ത് ഈ സംഭവം നടക്കുന്ന പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്കൊരു വിവരം ലഭിക്കുന്നു എന്നുള്ളത് പ്രത്യേകമായൊരു കാര്യമാണ്. ബെത്സേദ മരുഭൂമിയിൽ വെച്ചാണ് കർത്താവ് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നതെന്ന് സുവിശേഷ ഭാഗത്ത് വളരെ വ്യക്തമാണ്. മരുഭൂമി എന്ന് പറയുന്നത് പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും ദൈവിക സംസർഗത്തിന്റെ സ്ഥലമായിട്ടാണ് ഗണിക്കപ്പെട്ടിരുന്നത്. പുറപ്പാട് പുസ്തകം 5ാമത്തെ അധ്യായത്തിന്റെ 3ാമത്തെ വചനം നാം പരിശോധിക്കുമ്പോഴും വിശുദ്ധ മർക്കോസിന്റെ രക്ഷാകരമായ സുവിശേഷം 6ാമത്തെ അധ്യായത്തിന്റെ 32ാമത്തെ വചനം വായിക്കുമ്പോഴും വിശുദ്ധ ലൂക്കോസിന്റെ രക്ഷാകരമായ സുവിശേഷം 1ാമത്തെ അധ്യായത്തിന്റെ 80ാമത്തെ വചനം വായിക്കുമ്പോഴും 4ാമത്തെ അധ്യായത്തിന്റെ 42ാമത്തെ വചനം വായിക്കുമ്പോഴും 9ാമത്തെ അധ്യായത്തിന്റെ 12ാമത്തെ വചനം വായിക്കുമ്പോഴൊക്കെ മരുഭൂമിയെ ദൈവിക സംസർഗത്തിനുള്ള സ്ഥലമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല അപ്പോസ്തല പ്രവൃത്തികൾ നാം പരിശോധിക്കുമ്പോൾ 8ാമത്തെ അധ്യായത്തിന്റെ 26ാമത്തെ വചനത്തിലും ദൈവിക ഇടപെടലിനുള്ള പശ്ചാത്തലമായി മരുഭൂമിയെ നാം വായിച്ച് ഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം മനുഷ്യരോട് ഇടപെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ടാണ് മരുഭൂമിയെ വേദപുസ്തകത്തിൽ നാം മനസ്സിലാക്കുന്നത്. ബെത്സേദ മരുഭൂമിയും ദൈവീകമായ സംസർഗത്തിന്റെ ഇടമായി തീരുകയാണ്. 5000 പുരുഷന്മാരോട് ചേർന്ന് വലിയൊരു ജനക്കൂട്ടം ബെത്സേദ മരുഭൂമിയിലായിരിക്കുകയാണ്. ഈ വേദഭാഗത്ത് വിശപ്പും ദാഹവും ക്ഷീണവുമായി ജനം യേശുവിനോടുകൂടെ കഴിയുകയാണ്. ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നു, ഇതാ ജനം ഏറെ ക്ഷീണിച്ചിരിക്കുന്നു, സമയമാണെങ്കിൽ ഏറെ വൈകിയിരിക്കുന്നു. അതുകൊണ്ട് ഗ്രാമങ്ങളിലോ ഊരുകളിലോ പോയി ആഹാരം കഴിക്കാനുള്ള ക്രമീകരണം അവിടുന്ന് ചെയ്യണമെന്ന് യേശുവിനോട് ശിഷ്യന്മാർ ബോധിപ്പിക്കുകയാണ്. ഉടനെ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുപ്പി.
അവർ പോകണമെന്നില്ല. അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ചുമതല നിങ്ങൾക്ക് ഉണ്ട് എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. സുവിശേഷം എന്ന് പറയുന്നത് കേവലം പ്രഘോഷണത്തിന് വേണ്ടി മാത്രമുള്ളതല്ല എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. വിശക്കുന്നവന്റെ മുമ്പിൽ അപ്പത്തിന്റെ രൂപത്തിൽ ദൈവത്തിന്റെ വചനം പ്രത്യക്ഷപ്പെടണം. അതിനായി കർത്തൃശിഷ്യന്മാർക്ക് പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് അതിനുള്ള കൂട്ടുത്തരവാദിത്തമുണ്ടെന്ന് കർത്താവ് ഈ വേദഭാഗത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര മനോഹരമായ വചനഭാഗമാണത്. ആധുനിക ജീവിത സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ കർത്തൃശുശ്രൂഷയിലായിരിക്കുന്ന സകലർക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം സുവിശേഷ പ്രസംഗങ്ങൾ അധരങ്ങളിലൂടെ മാത്രമല്ല വേണ്ടത്, നിങ്ങളുടെ പ്രവൃത്തികളിലൂടെയും ഈ സമൂഹത്തിന് വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. ആത്മീകവും ഭൗതികവുമായിട്ടുള്ള ജനത്തിന്റെ വിശപ്പും ദാഹവും ക്ഷീണവും അകറ്റാൻ നിങ്ങൾ നിയോഗിക്കപ്പെട്ടവരാണ്. ആ ബെത്സേദ മരുഭൂമിയുടെ വിജനതയിൽ കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് ആ പുരുഷാരത്തെ മുഴുവൻ തൃപ്തരാക്കി തീർക്കുകയാണ്. ജനത്തിന് അപ്പം നൽകുന്നതിന് മുമ്പ് കർത്താവ് അതിനെ ആശീർവദിച്ചു എന്ന് നാം വചനത്തിൽ വായിക്കുന്നുണ്ട്. സകല ദാനങ്ങളുടെയും ഉറവിടമായ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് വേണം നമ്മുടെ അധ്വാന ഫലങ്ങളൊക്കെ നാം അനുഭവിക്കാൻ എന്നുകൂടി ഈ വചനം അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള സകലതും ദൈവത്തിന്റെ ദാനമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുകയുള്ളൂ. ആധുനിക ലോകത്ത് എല്ലാം എന്റേത് മാത്രം, വാട്ട് ഈസ് മൈൻ ഓൺലി എന്നുള്ള ഒരു മനോഭാവത്തിലൂടെയാണ് ക്രൈസ്തവരുൾപ്പെട്ട നമ്മളൊക്കെ കടന്നു പോകുന്നത്. അതുകൊണ്ട് വചനം പറയുകയാണ്, നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. സകല ദാനങ്ങളുടെ നൽവരങ്ങളുടെ ഉറവിടമായ ദൈവത്തെ മഹത്വപ്പെടുത്തി വേണം ഈ ഭൂമിയിൽ നാം ജീവിക്കാൻ. ആഹരിക്കുന്നതും പാനം ചെയ്യുന്നതും അത് തന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വേണം. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ കരങ്ങളിൽ 5 അപ്പവും ചെറുമീനുകൾ എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ വാഴ്ത്തുന്നതിൻ്റെയും നുറുക്കുന്നതിൻ്റെയും പങ്കിടലിൻ്റെയും അനുഭവമുണ്ടോ എന്ന് ആലോചന ചെയ്യുന്നത് നല്ലതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തയാണ്, ഈ വലിയ പുരുഷാരത്തിന് അപ്പം നൽകിയതിന് ശേഷം ധാരാളം അപ്പനുറുക്കുകൾ ബാക്കി വന്നു എന്നാണ്. സമൃദ്ധമായ ഒരു പങ്കിടലാണ് ബെത്സേദ മരുഭൂമിയിൽ നടന്നത്. ശിഷ്യന്മാർ ജനത്തിന് വിളമ്പിയിട്ടും ഇതാ അപ്പം ബാക്കി വന്നിരിക്കുന്നു. എന്താണ് വചനം ഓർമ്മപ്പെടുത്തുന്നത്? സ്വർഗീയ വിരുന്ന് എന്ന് പറയുന്നത് സമൃദ്ധിയുടെ പൂർത്തീകരണമാണ്. എല്ലാ മനുഷ്യർക്കും സമൃദ്ധിയും സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കാൻ സാധിക്കുന്നതാണ് സ്വർഗീയ വിരുന്ന് എന്ന് പറയുന്നത്. ആ സ്വർഗീയ വിരുന്നിന്റെ ഒരു മാതൃകയാണ് ഈ ബെത്സേദ മരുഭൂമിയിൽ നാം കണ്ടെത്തുന്നത്. സമൃദ്ധി, ഉള്ളായ്മ, അനുഗ്രഹങ്ങളുടെ ധാരാളിത്തം മനുഷ്യൻ അനുഭവിച്ചറിയുകയാണ്. സ്വർഗീയ വിരുന്നിൽ ആർക്കും തികയാതെ വരുന്നില്ല. എല്ലാവർക്കുമുള്ള സമൃദ്ധമായ വിരുന്ന് ദൈവം ക്രമീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളത് എത്രമാത്രം എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്. എൻ്റെ കയ്യിലുള്ളത് എത്രമാത്രം ചെറുതായിരുന്നാലും അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാനുള്ള സന്നദ്ധതയും ത്യാഗമനസ്സുമാണ് സമൃദ്ധിയിലേക്ക് നമ്മെ ആനയിക്കുന്നത്. എൻ്റെ കുറവുകളെ, എൻ്റെ പോരായ്മകളെ, എൻ്റെ ബലഹീനതകളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരാൻ, സമർപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുക. ഒരു ബാലന്റെ കൈവശം അവന്റെ വാത്സല്യനിധിയായ മാതാവ് കൊടുത്തുവിട്ട യവത്തപ്പം വലിയൊരു പുരുഷാരത്തിന് സമൃദ്ധിക്ക് കാരണമായി തീർന്നുവെങ്കിൽ അത് കൊടുക്കാനുള്ള ബാലന്റെ മനസ്സും സന്നദ്ധതയും ഏറെ പ്രധാനപ്പെട്ടതാണ്.
അവൻ്റേതായി അവന് മാത്രമായി ഒന്നും അവൻ പരിമിതപ്പെടുത്തിയില്ല. ഉണ്ടായിരുന്നത് എല്ലാവർക്കും വേണ്ടി വിതരണം ചെയ്യുന്ന ഒരു നല്ല മനുഷ്യ മാതൃക നമുക്ക് വേദഭാഗത്ത് ലഭിക്കുകയാണ്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് വായിച്ചറിഞ്ഞ് ആധുനിക സമൂഹത്തിന് ഭൗതികവും ആത്മീകവുമായ ഭക്ഷണം നൽകുവാൻ ഞാനും നിങ്ങളും ചുമതലപ്പെട്ടവരാണെന്ന് ജീവിതത്തെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. ദൈവം തന്ന സകല ദാനങ്ങളെയും നന്ദിയോടെ സ്വീകരിക്കുകയും സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുകയും ചെയ്യുക. വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഈ ആശീർവദിച്ച് നുറുക്കി പങ്കിട്ട് കൊടുക്കുന്ന അനുഭവം നഷ്ടപ്പെടുത്താതിരിക്കുക. നുറുക്കലിന്റെ അനുഭവം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. ജീവിതത്തിന്റെ അടിസ്ഥാനമായി വിശുദ്ധ കുർബാനയെ സ്വീകരിക്കാൻ, കുർബാനയിലൂടെ അനുഗ്രഹങ്ങളുടെ ധാരാളിത്തം അനുഭവിപ്പാൻ, പങ്കിടലിന്റെ വലിയ മാതൃകളായി തീരാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. സ്വർഗീയ വിരുന്ന് സമൃദ്ധമാണ്, ആർക്കും തികയാതെ വരില്ല. എല്ലാവരും സന്തോഷത്തോടും ഉന്മാദത്തോടും ആഹ്ലാദത്തോടും കൂടെ ഒരുമിച്ച് ഒരിടയനും ഒരു തൊഴുത്തും എന്ന നിലയിൽ സന്തോഷവും സൗഭാഗ്യങ്ങളും പങ്കിട്ടനുഭവിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ദൈവരാജ്യം ഭൂമിയിൽ യാഥാർത്ഥ്യമാകുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. 5 അപ്പവും 2 മീനും എണ്ണത്തിൽ കുറവാണെങ്കിലും അത് അനേകായിരങ്ങൾക്ക് അനുഗ്രഹത്തിനും സംതൃപ്തിക്കും കാരണമായിട്ട് തീർന്നു. നമുക്കുള്ളതിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവരാനും പങ്കുവെച്ചു കൊടുക്കാനും ദൈവത്തെ സ്തുതിക്കാനും നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ധാരാളിത്വവും നിറഞ്ഞ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. നീയൊരു നാളും പതറുകയില്ല. കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. കരയരുതീനീമേ മകനേ, ഞാൻ നിൻ